കസ്റ്റാർഡ് പൗഡറോ കണ്ടൻസ് മിൽക്കോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. ശരീരത്തിൽ തണുപ്പ് നിലനിർത്താനും ക്ഷീണം മാറ്റാനും ദാഹം അകറ്റാനും ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സ്ട്രോബെറിയുടെ ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിത് ബേസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ജെല്ലി പൗഡറിലേക്ക് തിളച്ച 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അത് അലിയിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് ഗ്ലാസ്സിലേക്കാണോ ഡ്രിങ്ക് സെറ്റ് ചെയ്യാനുള്ളത് അതിലേക്ക് വെച്ച് കൊടുത്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം അത് സെറ്റായി കിട്ടുന്നതാണ്. ഇനി മറ്റൊരു ബൗളിലേക്ക് ആരോ റൂട്ടിൻ്റെ പൊടി കൂവപ്പൊടി ഉണ്ടല്ലോ, അത് 2 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. അത് മാറ്റി വെച്ച് മറ്റൊരു പാനിൽ 2 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ആവശ്യത്തിന് മധുരം, ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് മധുരം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആരോ റൂട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിനുശേഷം അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തണുപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസസും ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഗ്ലാസ്സുകളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് കുടിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജെല്ലിയും പിന്നെ അതിലുള്ള ഫ്രൂട്ട്സും അതിൻ്റെ മധുരവും കസസും നട്ട്സും എല്ലാം കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ. ഈ ഹെൽത്തി ഡ്രിങ്ക് സേവ് ചെയ്ത് വെച്ചോളൂ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ.